എല്ലാവർക്കും ഡെൻ്റൽ ടെക്നോളജിയിലെ 14th ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഡെൻ്റൽ ലബോറട്ടറി, അതായത് കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിനും ഓർത്തോഡോണ്ടിക് പ്രൊസീജിയേഴ്സിനും അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക് അപ്ലയൻസസിനും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസ്, അലോയ്സ്, മോഡൽ, ഡൈ ആൻഡ് കാസ്റ്റ് മെറ്റീരിയൽസ്. ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കാം. Investment material is a material used to form a mold into which an alloy or metal is cast during casting procedures. ഇൻവെസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ ഇൻവെസ്റ്റിങ്ങിൻ്റെ സമയത്ത് മോൾഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ ആ പ്രൊസീജിയർ കണ്ടും കഴിഞ്ഞു. അതിലുപയോഗിക്കുന്ന മെറ്റീരിയലാണ് മോൾഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലിന് ആവശ്യമായി വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഐഡിയൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും മോൾഡ് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലിന് നല്ല സ്മൂത്ത് സർഫസ് ഫോം ചെയ്യാനുള്ള കോമ്പോസിഷനും കൺസിസ്റ്റൻസിയും ആവശ്യമാണ്. അത് നന്നായിട്ട് ഈസിലി എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കണം, ഈസിലി മാനിപ്പുലേറ്റഡ് ആയിരിക്കണം. മൂന്നാമത്തത് ഓവറോൾ എക്സ്പാൻഷൻ ആവശ്യത്തിനുണ്ടായിരിക്കണം, സഫിഷ്യൻറ്റ് ഓവറോൾ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. നാലാമത്തത് ഹൈ ടെമ്പറേച്ചേഴ്സ്. കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങൾക്കറിയാം ഹൈ ടെമ്പറേച്ചേഴ്സിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചേഴ്സിൽ അതിന് അഡിക്വേറ്റ് സ്ട്രെങ്ത് ഉണ്ടാവണം, അത് പൊടിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ അഞ്ചാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇറ്റ് ഷുഡ് ബി ഇക്കണോമിക്കൽ. നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് പോവാം. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലിനും 3 ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഉള്ളത്. ഒരു റിഫ്രാക്ടറി സബ്സ്റ്റൻസ്, ബൈൻഡർ, മോഡിഫയേഴ്സ്. റിഫ്രാക്ടറി സബ്സ്റ്റൻസ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാർട്സ് അല്ലെങ്കിൽ ക്രിസ്റ്റബലൈറ്റ് ആയിരിക്കും. ഇവയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയലിന് ഹൈ ടെമ്പറേച്ചേഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്ത് വരുന്നത് ബൈൻഡറിൻ്റെ മെയിൻ ഉദ്ദേശം റിഫ്രാക്ടറി സബ്സ്റ്റൻസിനെ ബൈൻഡ് ചെയ്ത് ഒരുമിപ്പിച്ച് വയ്ക്കുന്നതാണ് ബൈൻഡർ ചെയ്യുന്നത്. ഒരു ബൈൻഡറിൻ്റെ ഒരു എക്സാമ്പിളാണ് ആൽഫ ഹെമിഹൈഡ്രേറ്റ്. ഏത് ബൈൻഡറാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടും. അടുത്ത് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻറ്റ് മോഡിഫയേഴ്സ്. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്. റിഫ്രാക്ടറി സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഉള്ളത് സോഡിയം ക്ലോറൈഡ്, ബോറിക് ആസിഡ്, പൊട്ടാസ്യം സൾഫേറ്റ്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബൈൻഡർ ഏതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്നനുസരിച്ച് നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സിലിക്ക ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകാം. അതിൻ്റെ മെയിൻ യൂസ് അലോയ്സ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ വരെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. 3 ടൈപ്സ് ഓഫ് ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്കുള്ളത്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ടൈപ്പ് 1ഉം 2ഉം ഇൻലേസ് ആൻഡ് ക്രൗൺസ് കാസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ഏത് ടൈപ്പ് ഓഫ് എക്സ്പാൻഷനാണ് ഉള്ളതെന്നാണ്. ടൈപ്പ് 1 തേർമൽ എക്സ്പാൻഷൻ ടൈപ്പും ടൈപ്പ് 2 ഹൈഗ്രോസ്കോപ്പിക് എക്സ്പാൻഷൻ ടൈപ്പുമാണ്. തേർമൽ എക്സ്പാൻഷനും ഹൈഗ്രോസ്കോപ്പിക് എക്സ്പാൻഷനും എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ? ടൈപ്പ് 3 നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് പാർഷ്യൽ ഡേഞ്ചേഴ്സ് കാസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പോസിഷൻ? ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ റിഫ്രാക്ടറി മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്ക. ആസ് യൂഷ്വൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു അല്ലേ? ക്വാർട്സ് അല്ലെങ്കിൽ ക്രിസ്റ്റബലൈറ്റ് 65 to 75% സിലിക്കയാണ് യൂസ് ചെയ്യുന്നത്. ബൈൻഡറായിട്ട് 25 to 35% ബൈൻഡറായിരിക്കും. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ജിപ്സം പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മോഡിഫയറായിട്ട് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നു 2 to 3%. അപ്പോൾ ബൈൻഡർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. ഈ ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ
ജിപ്സം ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടും ഹയർ ടെമ്പറേച്ചേഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മെറ്റൽ സെറാമിക് റെസ്റ്റോറേഷൻസും കാസ്റ്റ് പാർഷ്യൽ ഡെഞ്ചേഴ്സും കാസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. കോമ്പസിഷൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റിഫ്രാക്ടറി മെറ്റീരിയലായിട്ട് സിലിക്കയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബൈൻഡർ ഡിഫറെൻ്റ് ആണ്. മെഗ്നീഷ്യം ഓക്സൈഡും ഫോസ്ഫേറ്റുമാണ് നമ്മൾ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്നത്. മോഡിഫയേഴ്സ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ വേറെ മോഡിഫയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നത് സിലിക്ക ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സിലിക്ക ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോസ്ഫേറ്റ് ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിം പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Both phosphate bonded investment and silica bonded investment can withstand more higher temperatures than gypsum bonded investment. ഇവിടെ മെയിൻ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്ക ബോണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ബൈൻഡറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈഥൈൽ സിലിക്ക അല്ലെങ്കിൽ കൊളോയിഡൽ സിലിക്കയാണ്. ഈ 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയൽസാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അലോയ്സിലോട്ട് പോവാം. അലോയ്സ് 1-2 മെറ്റലിൻ്റെ ഒരു മിശ്രിതത്തിനെയാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നത്. അലോയ് ഈസ് എ മെറ്റീരിയൽ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more മെറ്റൽസ്. നിങ്ങളിത് ചെറിയ ക്ലാസ്സസിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തിനാണ് ഈ 2-3 മെറ്റൽസിൻ്റെ മിശ്രിതം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്യുവർ മെറ്റലിലേക്ക് നമ്മൾ എന്തിനാണ് വേറെ മെറ്റൽസ് ആഡ് ചെയ്യുന്നത്? ആ പ്യുവർ മെറ്റലിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോ ഓൾട്ടർ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടാണ് നമ്മൾ അലോയ്സ് ഉണ്ടാക്കുന്നത്. ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എക്സാമ്പിൾസ്, നിങ്ങൾ ഗോൾഡ് വെയർ ചെയ്യുന്ന ഗോൾഡിൻ്റെ ആ ഒരു കോമ്പസിഷൻ തന്നെയാണ്. അത് പ്യുവർ ഗോൾഡ് ആയിരിക്കില്ല, അതെല്ലാം ഒരു അലോയാണ്. പ്യുവർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നല്ലോണം വാല്യബിളും ഡക്റ്റൈലും ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അത് വെച്ച് നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതിൽ വേറെ മെറ്റൽസ്, ഫോർ എക്സാമ്പിൾ കോപ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നു സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അലോയ് ഉണ്ടാക്കുന്നത്. പ്യുവർ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മെറ്റാലിക് കോമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ അതിന്. ഈ അലോയ്സിന് വേണ്ട ഗുണങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? അത് ബയോകമ്പാറ്റബിൾ ആയിരിക്കണം, ടാർണിഷ് ആൻഡ് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യണം, തുരുമ്പ് പിടിച്ചൊന്നും പോകാൻ പാടില്ല, നോൺ അലർജിക് ആയിരിക്കണം, ഏസ്തെറ്റിക് പ്രോപ്പർട്ടി ആവശ്യത്തിനുണ്ടാവണം, ആൻഡ് ഈസിലി മാനിപ്പുലേറ്റഡ് ആയിരിക്കണം. ഇനി നമുക്ക് അലോയ്സിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. കാസ്റ്റിംഗ് എന്ന് ഉപയോഗിക്കുന്ന അലോയ്സിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോബിൾ മെറ്റൽ അലോയ്സും ബേസ് മെറ്റൽ അലോയ്സും. നോബിൾ മെറ്റൽ അലോയ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഗോൾഡ്, പ്ലാറ്റിനം, പലേഡിയമാണ്. അവ കൂടുതൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ബേസ് മെറ്റൽ അലോയ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ മെറ്റൽസ് ആണ്, അതിന് റിയാക്ടിവിറ്റി കൂടും. നിക്കൽ, ക്രോമിയം, കോബാൾട്ട്, അലൂമിനിയം, മോളിബ്ഡിനം എന്നിവയാണ് ബേസ് മെറ്റൽ അലോയ്സ്. നോബിൾ മെറ്റൽ അലോയ്സിനെ നമുക്ക് 2ആയിട്ട് വീണ്ടും തരം തിരിക്കാം. കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സ് ആൻഡ് വൈറ്റ് ഗോൾഡ് അലോയ്സ്. ബേസ് മെറ്റൽ അലോയ്സിനെ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത് കോബാൾട്ട്, ക്രോമിയം അലോയ്സും റോട്ട് മെറ്റൽ അലോയ്സുമായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് അലോയ്സിലോട്ട് പോവാം. നോബിൾ മെറ്റൽ അലോയ്സിനെ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടു, കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സും വൈറ്റ് ഗോൾഡ് അലോയ്സുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻലേസ്, ക്രൗൺസ് ആൻഡ് ബ്രിഡ്ജസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്താണ്? മെയിൻ കോമ്പോസിഷൻ ഗോൾഡ് തന്നെയാണ്. ഗോൾഡ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു കൊറോഷനാണ്. ഗോൾഡിൻ്റെ കൂടെ നമ്മൾ വേറെ മെറ്റൽസും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. പ്ലാറ്റിനം ആൻഡ് പലേഡിയം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗോൾഡിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഹൈലി ഡക്റ്റൈൽ ആൻഡ് മാല്യബിൾ ആണ്. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ ആൻഡ് കോപ്പർ ആഡ് ചെയ്യുന്നു. സിങ്ക് ഒരു സ്കാവെഞ്ചർ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇറ്റ് റിമൂവ്സ് ഓക്സിജൻ ഫ്രം ദി അലോയ്. കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ക്യാരറ്റ് നമ്പർ, ബേസ്ഡ് ഓൺ ഫൈൻനെസ് ആൻഡ് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ്. പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് അനുസരിച്ച് നമുക്ക് 4 ടൈപ്പ് ഓഫ് അലോയ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ഇനി നമുക്ക് ഓരോ ബേസിക് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സ്. ആദ്യത്തേത് ക്യാരറ്റ് നമ്പറിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്യുവർ ഗോൾഡിനെ
അല്ലെങ്കിൽ നമ്മൾ അലോയിയെ 24 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പാർട്സ് പ്യോർ ഗോൾഡ് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ക്യാരറ്റ് നമ്പർ. അതായത് നമ്മളൊരു അലോയ് എടുത്തു, ഗോൾഡ് അലോയ് എടുത്തു, അതിനെ 24 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 18 പാർട്ട് ഗോൾഡാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാവുമ്പോൾ അതൊരു 18 ക്യാരറ്റ് ഗോൾഡാണ്. അതാണ് ക്യാരറ്റ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. Carat refers to the number of parts of pure gold in 24 parts of the alloy. എന്നാൽ ഫൈൻനെസ് ആണെങ്കിൽ ഫൈൻനെസ് ഇസ് ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഗോൾഡ് ഇൻ തൗസൻഡ്സ് പാർട്സ് ഓഫ് എൻ അലോയ്. അല്ലെങ്കിൽ അതിന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് നമുക്കറിയാമെങ്കിൽ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫൈൻനെസ്സിൽ നമ്മൾ അലോയെ 1000 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 1000 പാർട്സിൽ എത്ര ഗോൾഡ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഫൈൻനെസ് ഓഫ് ഗോൾഡ്. ക്യാരറ്റ് നമ്പർ 24 പാർട്സ് ഓഫ് അലോയിൽ എത്ര ഗോൾഡ് ഉണ്ടെന്ന് പറയുന്നതാണ് ക്യാരറ്റ് നമ്പർ. പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് അനുസരിച്ച് നമുക്ക് 4 ടൈപ്പ് ഓഫ് അലോയ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ടൈപ്പ് 1 ആണ് സോഫ്റ്റ് ഗോൾഡ്. അതിന് ഹൈ സ്ട്രെസ് ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് 83% ഗോൾഡായിരിക്കും. ബാക്കി മെറ്റൽസ് വരുന്നത്. ടൈപ്പ് 2 ഇസ് എ ലിറ്റിൽ ബിറ്റ് മോർ ഹാർഡർ ദാൻ ടൈപ്പ് 1. അതിന് 77% ഗോൾഡാണുള്ളത്. ബാക്കിയെല്ലാം വേറെ മെറ്റൽസ് ആയിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് ഇൻലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ടൈപ്പ് 3 ഇസ് മോർ ഹാർഡർ ദാൻ ടൈപ്പ് 2. 75% ഗോൾഡാണ്. ഇതിന് ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കാം, മെറ്റൽ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടൈപ്പ് 4 ഇസ് ദ മോസ്റ്റ് ഹാർഡ്. ഇത് യൂസ് ചെയ്യുന്നത് ഹൈ സ്ട്രെസ് സിറ്റുവേഷൻസിലായിരിക്കും. പാർഷ്യൽ ഡെൻച്ചേഴ്സും ക്ലാസ്പ്സിനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സിൻ്റെ ഡിവിഷൻ ബേസ്ഡ് ഓൺ ക്യാരറ്റ് നമ്പർ, ഫൈൻനെസ് ഓഫ് ഗോൾഡ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ്. അടുത്ത് വരുന്നത് നമ്മളുടെ വൈറ്റ് ഗോൾഡ് അലോയ്സ് ആണ്. വൈറ്റ് ഗോൾഡ് അലോയ്സിന് ഒരു ബേസിക് ഒരു സിൽവർ കളറുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എസ്തെറ്റിക്കലി വെരി കമ്പാറ്റബിൾ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പ്രസൻ്റ്ലി യൂസ്ഡ് ഇൻ ഡെൻറ്റിസ്ട്രി. നോബിൾ മെറ്റൽസ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ബേസ് മെറ്റൽ അലോയ്സിലേക്ക് ആണ്. ബേസ് മെറ്റൽ അലോയ്സ് ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞ മതി നിക്കൽ, ക്രോമിയം, കോബാൾട്ട്, അലൂമിനിയം, മോളിബ്ഡിനം ഇവയാണ്. ഇവയെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. കോബാൾട്ട് ക്രോമിയം അലോയ്സ് ആയിട്ടും റോട്ട് മെറ്റൽ അലോയ്സ് ആയിട്ടും. കോബാൾട്ട് ക്രോമിയം അലോയ്സിനെ നമ്മൾ വൈറ്റാലിയം അലോയ്സ് ആയിട്ടും വൈറ്റാലിയം അലോയ്സ് എന്നും പറയും. ഇതിൻ്റെ യൂസ് ഡെൻച്ചർ വർക്കിന് യൂസ് ചെയ്യും, കാസ്റ്റ് പാർഷ്യൽ ഡെൻച്ചർ ഫ്രെയിം വർക്കിന് യൂസ് ചെയ്യും. ഡെൻച്ചർ വർക്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അക്രിലിക് അല്ല കേട്ടോ, മെറ്റൽ വർക്കിനാണ്, മെറ്റൽ ഡെൻച്ചേഴ്സാണ്. ആൻഡ് സർജിക്കൽ ഇംപ്ലാന്റ്സ്. കോമ്പോസിഷൻ കോബാൾട്ട്, മോളിബ്ഡിനം, നിക്കൽ, അയൺ ആൻഡ് ട്രേസസ് ഓഫ് ടിൻ, മാംഗനീസ്, പ്ലാറ്റിനം, ക്രോമിയം ആൻഡ് കാർബൺ. കോബാൾട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാനും സിൽവർ ലസ്റ്റർ കിട്ടാനാണ്. മോളിബ്ഡിനം ഇസ് കാസ്റ്റിംഗ് ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നു. ക്രോമിയം ഹയർ കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. ആൻഡ് കാർബൺ, ദാറ്റ് ഇസ് കാർബൺ ഇൻക്രീസസ് ദ സ്ട്രെങ്ത്. ഇതാണ് കോമ്പോസിഷൻ. ഓരോ കമ്പോണൻറ്റിൻ്റെയും യൂസും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് വരുന്നത് റോട്ട് മെറ്റൽ അലോയ്സ് ആണ്. റോട്ട് മെറ്റൽ അലോയ്സ് ഡെൻറ്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ്സ്, കോബാൾട്ട് ക്രോമിയം നിക്കൽ അലോയ്സ്, നിക്കൽ ടൈറ്റാനിയം അലോയ്സ്, ബീറ്റ ടൈറ്റാനിയം അലോയ്സ് ഇവയാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അയൺ കാർബൺ അലോയ് ആണ്. ഇത് ഹൈലി കൊറോസീവ് ആണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ക്രോമിയം ആൻഡ് നിക്കൽ ആഡ് ചെയ്യുന്നു. ഇത് ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതാണ് നമ്മൾ വൈഡായിട്ട് ഇപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് അല്ലേ. കിച്ചൺ ഇതാണ് പാത്രങ്ങളായിട്ടും എല്ലാം യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ബിക്കോസ് ക്രോമിയം ആൻഡ് നിക്കൽ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ടു കൊറോഷൻ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മളിപ്പോൾ ഡെൻറ്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഡെൻറ്റിസ്ട്രിയിൽ ആസ് യു നോ ഓറൽ ക്യാവിറ്റിയിലാണ് നമ്മൾ ഈ മെറ്റൽസൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. മെറ്റൽസ് യൂസ് ചെയ്യുമ്പോൾ ഓറൽ ക്യാവിറ്റി മോയിസ്റ്റാണ്, ഡാർക്കാണ്, ഹൈലി കൺഡ്യൂസീവ് ടു കൊറോഷൻ. അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഫെറിറ്റിക് സ്റ്റീലുണ്ട്, മാർട്ടിൻസൈറ്റിക് സ്റ്റീലുണ്ട്, ഓസ്റ്റനൈറ്റിക് സ്റ്റീലുണ്ട്. ഇതിൽ മാർട്ടിൻസൈറ്റിക് സ്റ്റീലും ഓസ്റ്റനൈറ്റിക് സ്റ്റീലുമാണ് ഡെൻറ്റിസ്ട്രിയിൽ നമ്മുടെ ഡെൻറ്റൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വലിയ ആപ്ലിക്കേഷൻ ഇല്ല ഡെൻറ്റിസ്ട്രിയിൽ, ബിക്കോസ് ഇറ്റ് ഈസ് കൊറോസീവ്. മാർട്ടിൻസൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ മെയിനായിട്ട് അത് സ്ട്രെങ്ത്ത് കൂടുതലാണ് അതിന്.
അത് സർജിക്കൽ ആൻഡ് കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓസ്റ്റനൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ നമ്മൾ 18/8 സ്റ്റീൽ എന്നും കൂടെ പറയും. ഇതാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മോസ്റ്റ് കൊറോഷൻ റെസിസ്റ്റൻറ്റ് അലോയ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഏറ്റവും കൂടുതൽ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന അലോയ് ഓസ്റ്റനൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതെന്തുകൊണ്ടാണ് ഇതിനെ 18/8 സ്റ്റീൽ എന്ന് പറയുന്നത്? മെയിൻലി റീസൺ എന്താണെന്ന് വെച്ചാൽ ക്രോമിയമും നിക്കലും 18%ഉം 8%ഉമാണ് ഈ ഓസ്റ്റനൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ 18/8 സ്റ്റീൽ എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ഒന്ന് നോക്കിക്കേ. ക്രോമിയം 18%, നിക്കൽ 8% ആൻഡ് കാർബൺ 0.08 to 0.15. അതുകൊണ്ടാണ് ഇതിനെ 18/8 സ്റ്റീൽ എന്ന് പറയുന്നത്. നല്ല ഡക്റ്റൈലാണ്, നല്ലോണം നമുക്ക് ആസ് യു നോ നമ്മൾ ഓർത്തഡോൺഷ്യയിൽ വയർ ബെൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നല്ലോണം കോൾഡ് വർക്കിങ്ങിനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഡസൻറ്റ് ബ്രേക്ക് ഈസിലി. അപ്പോൾ നല്ലോണം ഡക്റ്റൈലാണ് ഇത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓസ്റ്റനൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് നല്ല ഡക്റ്റൈലായിട്ടുള്ള സ്റ്റീലാണ്. അതുകൊണ്ട് നമുക്ക് അപ്ലയൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. മോറോവർ ഇറ്റ് ക്യാൻ ബി വെൽഡഡ് ഈസിലി. ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് ഈ ടൈപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ നമ്മൾ ഓർത്തഡോണ്ടിക് വയേഴ്സ് ആൻഡ് ബാൻഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അലോയ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മോഡൽ, ഡൈ ആൻഡ് കാസ്റ്റ് മെറ്റീരിയൽസ്. ഇത് കാസ്റ്റും മോഡലും ഡൈയും ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ബേസിക്കായിട്ടൊന്ന് നോക്കാം. എന്താണ് ഐഡിയലായിട്ട് വേണ്ട റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഈ കാസ്റ്റ് മെറ്റീരിയൽസിന് വേണ്ടത്? ഈ എല്ലാ മെറ്റീരിയൽസിനും ഹൈ സ്ട്രെങ്ത്തും സർഫസ് ഹാർഡ്നെസ്സും ആവശ്യമാണ്. മെയിനായിട്ട് റീസൺ എന്തെന്ന് വെച്ചാൽ സർഫസ് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എബ്രേഷൻ റെസിസ്റ്റൻ്റ് ആവുള്ളൂ. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വാക്സ് പാറ്റേൺ ഉണ്ടാക്കുന്നത്, അപ്ലയൻസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എബ്രേഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. എബ്രേഷൻ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ പോറൽ വന്ന് ഡിസ്ഫിഗർഡ് ആയി പോകാൻ പാടില്ല. പിന്നെ ഇംപ്രഷൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടെ നമ്മുടെ മോഡലിലും കാസ്റ്റിലും പതിയണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റീപ്രൊഡ്യൂസ് ഫൈൻ ഡീറ്റെയിൽസ് ഫ്രം ആൻ ഇംപ്രഷൻ. എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന വാക്സ് പാറ്റേൺ അല്ലെങ്കിൽ അപ്ലയൻസ് ആക്യുറേറ്റ് ആയിരിക്കുള്ളൂ. ഈ മെറ്റീരിയൽസ് ഡയമെൻഷനലി സ്റ്റേബിൾ ആയിരിക്കണം. അല്ലാതെ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് അതിൻ്റെ ഡയമെൻഷൻസ് അതായത് സൈസ് വേരി ചെയ്യാൻ പാടില്ല. It should be resistant to abrasion. It should be compatible with all impression materials. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇംപ്രഷൻ മെറ്റീരിയൽസ് ആണ് ഇംപ്രഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ എല്ലാ ടൈപ്പ് ഓഫ് ഇംപ്രഷൻ മെറ്റീരിയൽസിലും കമ്പാറ്റബിൾ ആയിരിക്കണം. അതായത് അത് എല്ലാ ഏത് മെറ്റീരിയൽ വെച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോഡൽ മെറ്റീരിയൽസിന് വ്യത്യാസം വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ ആൻഡ് ഈസി ടു മാനിപ്പുലേറ്റ്. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് കാസ്റ്റ് മെറ്റീരിയലിനോ മോഡൽ മെറ്റീരിയൽ, ഡൈ മെറ്റീരിയലിനൊക്കെ വേണ്ട ഐഡിയൽ റിക്വയർമെൻറ്റ്സ്. ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മോഡൽ ഉണ്ടാക്കാനും കാസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ജിപ്സം, മെറ്റൽ, പോളിമേഴ്സ് ആൻഡ് സിമെൻറ്റ്. ജിപ്സമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വളരെ നിങ്ങൾ തന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് യൂസ് ചെയ്യുന്നത് ജിപ്സം പ്രോഡക്റ്റ്സ് ആണ് അല്ലേ? കാസ്റ്റും ഡൈയും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5 മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഗുഡ് സ്ട്രെങ്ത് ഉണ്ട്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ആക്ച്വലി ജിപ്സമിൽ. ഗുഡ് സ്ട്രെങ്ത് ഉണ്ട്, വർക്കിംഗ് ടൈം ആവശ്യത്തിനുണ്ട്. നമുക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന വരെയുള്ള ടൈം ആവശ്യത്തിനുണ്ട്. ഇറ്റ് ഈസ് കമ്പാറ്റബിൾ വിത്ത് ഓൾ ഇംപ്രഷൻ മെറ്റീരിയൽസ്. ഏകദേശം എല്ലാം നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന എല്ലാ ഇംപ്രഷൻ മെറ്റീരിയൽസുമായിട്ട് ഇത് ഒത്തുപോകും. ക്വിക്ക് സെറ്റിംഗ് ആണ്, മിനിമൽ ഷ്രിങ്കേജ്. ഇത് നമ്മൾ സെറ്റ് ആയതിനു ശേഷം വല്ലാതെ ഷ്രിങ്ക് ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. സ്മൂത്ത് ഹാർഡ് സർഫസ് ആണ് തരുന്നത്. ഗുഡ് കളർ കോൺട്രാസ്റ്റ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഈസിലി ട്രിംഡ് ആൻഡ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഏകദേശം ജിപ്സം പ്രോഡക്ട്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഇത് ബ്രിട്ടിലാണ്. എഡ്ജ് സ്ട്രെങ്ത് ഇസ് ലോ,
ആൻഡ് ഇറ്റ് ക്യാൻ ബി റബ്ഡ് ഓഫ്. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, കാസ്റ്റും ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാക്സ് പാറ്റേണൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് റിപ്പീറ്റഡ് കോൺടാക്റ്റിൽ അത് റബ്ബ് ഓഫ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. ബാക്കിയെല്ലാം പ്രോപ്പറായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതിന്. അടുത്തത് മെറ്റൽ ആകുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആവും അത്. ആൻഡ് അബ്രേഷൻ ഉണ്ട്. അബ്രേഷൻ ഉള്ളതുകൊണ്ട് അബ്രേഷൻ റെസിസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് ഇറ്റ് റിക്വയർസ് കെയർഫുൾ ഹാൻഡ്ലിങ്. പോളിമേഴ്സ് ആണെങ്കിൽ പോളിമേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇറ്റ് ഷ്രിങ്സ് ഓൺ പോളിമറൈസേഷൻ. അതുകൊണ്ട് ഡൈ കിട്ടുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് കിട്ടുന്നത് ഇനാക്യുറേറ്റ് ആയിരിക്കും. സിമെൻറ്റും ഇറ്റ് ഷ്രിങ്സ് സ്ലൈറ്റ്ലി ആൻഡ് ആ ബ്രിട്ടിൽ. ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ക്രാക്ക്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സിമെൻറ്റ് യൂസ് ചെയ്ത് സിലിക്കോ ഫോസ്ഫേറ്റോ പോളിഅക്രിലിക് ആസിഡ് ബോണ്ടഡ് സിമെൻറ്റോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ ഈ ഒരു രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം ജിപ്സം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാസ്റ്റ് അല്ലെങ്കിൽ ഡൈ മെറ്റീരിയൽ അല്ലെങ്കിൽ മോഡൽ മെറ്റീരിയൽ. ടൈപ്പ് 4, ടൈപ്പ് 5. മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. കാസ്റ്റ് നമ്മൾ അപ്ലയൻസസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഡെൻറ്റൽ സ്റ്റോൺ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഹയർ ടെമ്പറേച്ചേഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനോ കൂടുതൽ അപ്ലയൻസസ് വേണമെന്നുണ്ടെങ്കിലോ കുറച്ചും കൂടെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ടെങ്കിലോ നമുക്ക് ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5 മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5 ഇംപ്രഷൻ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ കാസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിലും ഓർത്തഡോൺഷ്യയിലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതെൻ്റെ അസൈൻമെൻറ്റാണ്. ഒരു അസൈൻമെൻറ്റ് ഞാൻ അന്ന് ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. പ്രിപ്പയർ എ ചാർട്ട് ഡിപ്പിക്റ്റിംഗ് ദി ഡിഫറെൻറ്റ് അലോയ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഡെൻറ്റിസ്ട്രി. അലോയ്സ് ഏതൊക്കെ അലോയ്സ് ആണ് നമ്മൾ ഡെൻറ്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡിഫറെൻറ്റ് അലോയ്സ് ഏതൊക്കെയെന്ന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു ബേസിക്കായിട്ട് അതിനുള്ളൊരു ഡിസ്ക്രിപ്ഷനും വെച്ച് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഗിവ് ദി യൂസസ് ഓഫ് കാസ്റ്റിംഗ്, ക്ലാസിഫൈ ആൻഡ് ഗിവ് ദി യൂസസ് ഓഫ് കാസ്റ്റിംഗ് ഗോൾഡ് അലോയ്സ് ഇൻ ഡെൻറ്റിസ്ട്രി. ആൻഡ് രണ്ടാമത്തത് ഷോർട്ട് നോട്ട് ഓൺ 18/8 സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് രണ്ടും, അതായത് അസൈൻമെൻറ്റും സാമ്പിൾ ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ് ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ സ്റ്റേ സേഫ്. താങ്ക് യു.